Hi guys, welcome back to our YouTube channel. നമ്മള് ഇപ്പം ഗസ് ചെയ്ത് എവിടാണ് നമ്മളൊരു ഹോട്ടലിലാണ്. നമ്മൾ പൂനെയല്ല, നമ്മൾ ഔറംഗാബാദിലാണ്. വൈ പറയൂ. എഡ്യൂക്കേഷൻ ടൂർ ആയിട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു 6 മണി ആയപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു. ആൻഡ് ട്രാവലിംഗ് ആയിരുന്നു ഫുൾ. ഒരു 2-3 ആയപ്പോൾ ഇവിടെ എത്തി. പിന്നെ ഹോട്ടൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. രാവിലെ നമുക്ക് പോഹേ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പനീർ ചപ്പാത്തി, ജീര റൈസ്, ഗുലാബ് ജാമുൻ രാത്രി. അത് കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ ഇവിടെ ഒരു KVK ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഒരു ഫ്രൂട്ട് റിസർച്ച് സെന്ററിലേക്ക് എന്താണ് മലയാളമൊന്നും അല്ല പറഞ്ഞത്, അല്ല ഇംഗ്ലീഷും അല്ല പറഞ്ഞത്, മറാഠിയാണ് പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ല. നമ്മൾ ചുമ്മാ കണ്ടുവന്നു. പിന്നെ ഒരു 6 ആയപ്പോൾ തിരിച്ചെത്തി. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ലൈക്ക് ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ അവിടെ ചെന്നിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോ ഒരു അമ്പലത്തിലേക്ക് പോവാണ്. സർപ്രൈസ് ഇതല്ല, സർപ്രൈസ് വരാതിരിക്കുന്നു. അമ്പലത്തിന്റെ പേര് എന്തുവാ? ശിവജിയോ? എന്താ ശിവജി ടെമ്പിൾ ആണോ? അതെ, ബട്ട് അവിടേക്ക് ഫോൺ എൻട്രി ആണോന്ന് അറിയത്തില്ല. നല്ല സൈഡിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. സൈഡിൽ കുറെ കടകളൊക്കെ ഉണ്ട്. ടെമ്പിൾ ഐ തിങ്ക് ബാഗ് കൊള്ളാൻ തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. വഴിയോര കച്ചവടക്കാർ. അമ്പലം സന്ദർശിക്കാൻ വരുന്നവർക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. അതിലേക്ക് ഫോൺ പെർമിറ്റഡ് അല്ല, ബട്ട് ഞാൻ കയറുന്നില്ല. എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ദേവനന്ദയും വിസ്മയം കയറി. ആൻഡ് ഐ എം വിത്ത് ഗ്ലോറി. നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. എത്തിയിട്ട് കാണിച്ചു തരാം. എന്തല്ലോ ടൊറിനേട്ടന്റെ അടുത്ത ലൊക്കേഷൻ എത്തിക്കുന്നു. ഇപ്പോഴും പറയുന്നില്ല, കണ്ട് മനസ്സിലാക്കണം. ഒരു ചരിത്രപരമായ സ്ഥലമാണ്, അതാണ് ഒരു ക്ലൂ. മുമ്പ് ഹിസ്റ്ററി പഠിച്ചവരൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗൈസ്, നമുക്കൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അല്ല, വാർഡോ നേരെ എടുത്താലേ പറയും. സ്ഥലം കളിച്ചില്ലേ? ഫോട്ടോ എടുക്കണേ. Guys, it's something BC എങ്ങാണ്ടുള്ളതാണ്. So much of beauty there. The guide. Hi guys. Here. We have Ellora Caves, okay? It is. Enjoy the view. ഇത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നോക്ക്, ലൈക്ക് BC സംതിങ് ഐ തിങ്ക് സോ. അന്നത്തെയാണ്. സ്റ്റിൽ നോക്ക്. വിശ്വസിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ ഇതൊക്കെ അന്നത്തെ കാലത്ത് കൊത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്യൂട്ടി ഇപ്പോൾ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ഓരോന്നിങ്ങനെ കൊത്തിയെടുത്തേക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് വണ്ടേർഡ്. അത്രയ്ക്കും ലൈക്ക് ഇതൊക്കെ ഇങ്ങനെ അന്നത്തെ കാലത്ത് കൊത്തിയെടുത്തു. സോ മച്ച് ഓഫ് ബ്യൂട്ടി.
ഗൈസ് വാട്ട് യു ഫീൽ പറയൂ. ഹൗ ഇസ് ഇറ്റ്? നല്ല തണുപ്പ് ഫീൽ ചെയ്യും. പുറത്തൊക്കെ ചൂടുന്ന വലിയൊരു ആശ്വാസം. ഇതിന്റെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ പണിതെടുത്തവര് നൈസ് വ്യൂ ഗൈസ്. ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. ലൈക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒന്നും പറയാനില്ല. Do you know anything about this? Yeah. Sorry. Yeah, I know very much. Say the history. I already. This is totally. Sometimes it was a view mountain. But ancient Say in Hindi. Stone mark. एक समय की बात है, ये एक पहाड़ Cut पर को stem. इसको यहाँ के कारीगरों ने अपने हाथों से काट कर कितना सुंदर ये केव को बनाया. That's the beauty of this cave. ഗൈസ് അങ്ങനെ കേവ്സ് ഒക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുവാന്ന്. നീയാണോ അതിന്റെ ഇടയിൽ തുമ്മിയെ? എങ്ങനെ ഉണ്ടായിരുന്നു കേവ്സ്? ഇഷ്ടപ്പെട്ടു. അഖില എങ്ങനെ ഉണ്ടായിരുന്നു കേവ്സ്? നീയാണോ അതിന്റെ ഇടയിൽ തുമ്മിയെ? വെയിലൊഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഒരു കേവിലെ കയറ്റിയുള്ളൂ നമ്മളെ, എന്നാലും കൊള്ളായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? Wait, I will just wear goggles and tell. It's Bibi ka Maqbara. So basically, that Nazim King, he built his for his wife. So he did like underground thing, and there was a river. So that river came. Guys, from she is that- Maharashtrian, so she knows everything. Yeah. So that river came. She knows nothing. So that river came like with the flash, and there was a circular structure, and there was a natural AC something like that. I don't know. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. തമ്പുരാൻ അറിയാം. കണ്ടിട്ട് വരാം. ചങ്ങലൊക്കെ കാണാം. ഫോർട്ടാണ് ബേസിക്കലി. ഇതൊരു ഫോർട്ടിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. എല്ലാവരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കയറണമെന്ന് ചോദിച്ചു. നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഹോഹാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ കയറാൻ പോവാന്ന് തോന്നുന്നു. എന്തേലൊക്കെ പറ. ഇത് ഞാൻ എവിടെയോ എന്റെ ഫസ്റ്റ് വ്ലോഗ് നോക്കിയാൽ കാണാം. അതെ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഇൻസ്ട്രക്ഷൻ തന്നത് പക്ഷെ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ സാറ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. മൊത്തം കാണാൻ 2 മണിക്കൂർ എടുക്കും. പക്ഷെ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം, ഫുഡ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തിരിച്ചു വരും. അതെ, ഇവിടെ നിന്നൊക്കെ വ്യൂ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്ക് പോകും. ഇവിടുത്തെ വ്യൂ നോക്ക് ഗൈസ്. ഫോർട്ടിന്റെ പേര് ഇതാണ്. കൊറേ പീരങ്കിയൊക്കെ ഉണ്ട്. വീഡിയോ വേണം ഗൈസ്. Group photo. പീരങ്കീന്റെ അടുത്ത് നിന്ന് വീഡിയോ. They would put back away there. What Baba? ഇവിടൊക്കെ എന്തൊക്കെ കാണാം. ടൈപ്പ് ഓഫ് പീരങ്കീസ്. അതെ, ടെലിസ്കോപ്പ് ആണോ? പീരങ്കി ഒന്നും പല പല ഫോർട്ടിനെ പറ്റി പറയാനാണ്. ഇതിലൂടെയുള്ള ബേർഡ്സ് ഐ വ്യൂ, ജനറൽ വ്യൂ, അതാണത്. അതിനോടുള്ള വ്യൂ ആണ്. ഇത് ടെലിസ്കോപ്പ് പോയതിന്റെ കുന്തോ. ഇത് പീരങ്കി ഒന്നും. കുറച്ച് കുഞ്ഞനാണ്. അവന്മാര് കേറാൻ പോവാൻ തോന്നുന്നു. ഇതൊക്കെ 1 കിലോമീറ്റർ അത്രയൊക്കെ പറ്റുള്ളൂ. കുഞ്ഞി ഇതുള്ളതാണ്. ഇത് 8 കിലോമീറ്റർ. അപ്പുറത്തും കുറേ ഉണ്ട്. പക്ഷെ നമ്മളത് പിന്നെ
അങ്ങോട്ടേക്കുള്ള വ്യൂ നോക്ക്. Wow, guys. ഇവിടെ അടിയാണ്. നോക്ക് ഗൈസ്, അങ്ങോട്ടേക്കുള്ള വ്യൂ. ഇവിടെ എല്ലാം ഒരു ലൈക്ക് നാച്ചുറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുറേ വ്യൂസ് ഉണ്ട് ഗൈസ് കാണാനുള്ളത്. നോക്ക്, അങ്ങ് മുകളിൽ ഒരു ഫോർട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തത്തില്ല, കാരണം നമുക്ക് അത്ര പോകാനുള്ള ടൈം തന്നിട്ടില്ല. അരമണിക്കൂറേ തന്നിട്ടുള്ളൂ. അഖില് മാത്രം നമ്മുടെ ഒപ്പം വന്നില്ല. ലൈക്ക് അവൻ പുറകിലായിപ്പോയി. കാണാനൊക്കെ എന്നാ ഭംഗിയാ. അയ്യോ, പക്ഷെ ഭയങ്കര ടയേർഡായി, ഭയങ്കര വെയിലായി. ഈ സമയത്ത് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗൈസ്, ഞാനിവിടെ ടൗൺ നിന്നപ്പോൾ ഒരു ഫാമിലീനെ മീറ്റ് ചെയ്തു. ആ ഫാമിലി എന്ന മുറുക്കാണ്. ഇത് കുറേ ഫുഡ് തന്നു, ഞാനിതെടുത്തോളൂ. തിമിംഗലത്തിന്റെ കുഞ്ഞുണ്ട്, രണ്ടെണ്ണം, ഒരു നീലയില്ലേ, ഇതാണ് ചാർമിനാറിന്റെ അനിയൻ. സാറിനെ മാറ്റിയിട്ടതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. ഫുഡ് കാണാക്കെ ബാധ നമ്മള് താജ്മഹലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പോവുകയാണ്. അതവന്റെ കോൺട്രിബ്യൂഷൻ. പറഞ്ഞോ അവിടെ പോലീസ് വണ്ടി ഉണ്ടോ? അയിമുണ്ട് താജ്മഹലിന്റെ സെറ്റപ്പ്. അപ്പൊ അവിടെ നമ്മൾ സിവിൽ ഡ്രസ്സിൽ പോകും. എൻകൗണ്ടർ അവിടെ വെച്ച് എൻകൗണ്ടർ ചെയ്ത് കൊല്ലില്ലേ. നമ്മളോട് ഹാഫ് ആൻ അവറിനുള്ളിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചാൻ പോകണം. അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ല. അവിടെ മുകളില് അത് കാണിച്ചോട്ടെ. അത് കാണണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അപ്പൊ പക്ഷെ നമുക്ക് അത്ര സമയമില്ല. ഫുഡ് കഴിക്കണം ഇനി. ഇപ്പൊ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാൻ 1:30 തിരിച്ചെത്താൻ പറ്റും. അപ്പം ശരി, നമ്മൾ അടുത്ത സ്പോട്ടായിട്ട് വരാം. ഹാത്തി ടാങ്ക് ഉണ്ടെന്നാ പറഞ്ഞത്, നമുക്ക് നോക്കാം. പക്ഷെ വെള്ളമില്ല. ഡാം, ഇത് കുളം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ വെള്ളമില്ല. ഇങ്ങനെ നീന്തി ഇറങ്ങും. ഇത് മൊത്തം ആനക്കറിയാം, പട്ടിക്കറിയാം. അഭിപ്രായം പറ, നിങ്ങൾ പറ, ആന എങ്ങനെ ഇതിൽ കുളിക്കും? ഇതിന്റെ പേര് ഹാത്തി ടാങ്ക് എന്ന് വെച്ചാൽ ആന കുളിക്കാൻ, ആനക്ക് കുളിക്കാൻ ഉണ്ടാക്കി. അപ്പൊ ആനേനെ എങ്ങനെ ഇറക്കും? കിടക്കൂലേ? അപ്പൊ അവിടെ ഇത്ര ആഴത്തിൽ ആന നീന്തുവോ? പൊട്ടന്മാരാണോ? പുഴ കടത്തന്നെ കണ്ടിട്ടില്ല. പുഴയ്ക്ക് അതിന് മാത്രം ആഴമില്ല. ഇതിലെങ്ങനെ മുങ്ങൂടെ? മനുഷ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾ പറയൂ ഗൈസ്. ഇത്രയും വലിയ സ്വിമ്മിംഗ് പൂളിനകത്ത് മനുഷ്യൻ നീന്തത്തില്ലേ? എന്നുവെച്ച് അത് മനുഷ്യൻ നീന്താൻ അറിയാവുന്നതുകൊണ്ട്. അതേമാതിരി ആനക്ക് നീന്താൻ അറിയണോണ്ട് ആന നീന്തും. അവൾ പറഞ്ഞു ആന പുഴ കൂടെ നടക്കുകയാണ്. അതന്നെ കുറച്ച് ബുദ്ധിയും എല്ലാവരും ഇവിടെ വന്ന് പോയി. ഗൈസ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു താജ്മഹലിലേക്കാണ്. അങ്ങനെ വരുന്നില്ല, വ്യൂ കാണിച്ചതാണ് ഗൈസ്. ഒരു കുഞ്ഞു താജ്മഹൽ തന്നെയാണിത്. ഗൈസ്, ഇതാണ് ഇത് താജ്മഹലിന്റെ ഡ്യൂപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. മക്ബറ, ബീബി കാ മക്ബറ. താജ്മഹലൊക്കെ പോലെ തന്നെയുണ്ട്. പക്ഷെ അറിയത്തില്ല, നമ്മൾ താജ്മഹൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടാ. ബട്ട് അതുപോലൊക്കെ തന്നെയാണ്. ഇഷ്ടമുള്ള രസമുണ്ട് ഗൈസ്. അവരൊക്കെ കളർ ഡ്രസ് ഇട്ടു, നമ്മൾ യൂണിഫോം.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ കുഞ്ഞ് താജ്മഹൽ കാണാൻ പോവാണ്. നമ്മുടെ മെയിൻ ബ്ലോഗർക്ക് ചെറുതായിട്ട് ഇന്ന് തല ചുറ്റി, അതുകൊണ്ട് നമ്മൾ സബ് ബ്ലോഗേഴ്സാണ് ഇന്നിവിടെ ബ്ലോഗ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ബ്ലോഗർ കുറച്ച് കട കറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളായിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കുളത്തിൽ ആരും ഇറങ്ങരുത്. കുളമല്ല, ഇങ്ങനെ ഉണ്ട് ചേട്ടാ. ഇവന്റെ ബാഗ് കൊച്ചിനില്ല, പാവുണ്ട്. താജ്മഹൽ കണ്ടില്ല എന്ന് ആരും പറഞ്ഞു. ഇതാണ് നല്ല ഭംഗിയുണ്ട്. ഞാനും കേട്ട്. എന്നിട്ട് പേര് അഖിൽ മഹാൻ. അഖിൽ മാരാറോ? അഖിൽ മഹൽ. എന്നെ ആരോ ചവിട്ടുന്നുണ്ട്. ആ ചവിട്ടുന്ന ഞാൻ ഇന്ന് വെള്ളത്തിൽ എടുത്തിടും. അഖിൽ നില എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തത് നിലത്ത് പോയി. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊറേ കഷ്ടപ്പെടുവാണ്. ഫോട്ടോ എടുക്കാൻ 1 മണിക്കൂറായി. ഗായ്സ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ഒരു അമ്പലമാണ് അല്ലേ? നോക്കിട്ട് പറയാം. ഇത് ദേവനത്തെ നമ്മളോട് എനിക്ക് തോന്നുന്ന ഫോൺ അങ്ങോട്ട് എൻട്രി ആയിരിക്കില്ല മിക്കവാറും. വലിയ ടെമ്പിളാണെന്ന് തോന്നുന്നു. ലോക്കർ. ഇത് അമ്പലമെല്ലാം തോന്നുന്നു. തമ്പുരാനറിയാം. അമ്പലമാണോ? അമ്പലമാണോ? തിരി അമ്പലമാണോ? ശ്രീ ഗുരുജി. അതെ, അമ്പലം തന്നെയാണ് ഗൈസ്. തമ്പുരാനറിയാം. ഇതിന്റെ ഉള്ളിലൊരു ഗ്രാമം എന്നൊക്കെ. സ്കൂളൊക്കെ ഉണ്ട് ഗൈസ്. അമ്പലം തന്നെയാണ്, കൺഫേം ആണ്. മിസ്സാവാതിരിക്കണം ഗൈസ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് ആണോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അടി കിട്ടുന്നൊക്കെ ദേവനന്ദ പറഞ്ഞു. നീ തന്നെ ഗായ്സ്, ഇത് നമ്മുടെ ഫൈനൽ ലൊക്കേഷൻ ആയിരുന്നു. ഒരു അമ്പലമാണ്, ശിവൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അമ്പലം തന്നെ ഭയങ്കര ശാന്തമായ സ്ഥലം. അടുത്തൊരു പുഴയുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാന്ന്. നല്ല അടിപൊളിയായിരുന്നു. ഫൈനൽ സ്പോട്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, തീരുമാനിക്കും. ഫൈനലി ടൂറിൻ്റെ എല്ലാം എന്തായിരിക്കുന്നതാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. നമ്മൾ വിചാരിച്ച ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്, പക്ഷെ ദാറ്റ് വാസ് ഹോട്ടൽ. ഇത് കഴിഞ്ഞു ശരിക്കും അടിപൊളിയായിരുന്നു. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി വാസ് ഹിറ്റ്. ബൈ ഗായ്സ്, വീണ്ടും അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ ബൈ. ദേവനന്ദ അപ്പം